ജോലിയും കൂലിയും ഇല്ലാത്ത എൻ്റെ ഭർത്താവ്. ഹായ് ഗായ്സ്, ജോലിയും കൂലിയും ഇല്ലാത്ത എൻ്റെ ഭർത്താവ് ഇവിടെ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗായ്സ്. എന്നെ കളിയാക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ സംഭവം അറിയോ? പറയട്ടെ. ഒരു ചാച്ചി അല്ലൊരു ചേച്ചി ഹെൽത്തിന്ന് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ നമുക്കിവിടെ ഷിഗല്ല വൈറസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വീട്ടിൽ കണക്കെടുപ്പിന് ഒരു വീട്ടിൽ എത്ര പേരുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ആ ചേച്ചി വിളിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ എന്താ പുള്ളിക്കാരി വിളിച്ചിട്ട് ചോദിച്ചു, ഹലോ മോനെ ഞാനിവിടെ വീട്ടിലുണ്ട്. പുള്ളിക്കാരി ഇത് കാണുവാണെങ്കിൽ ചേച്ചി ഇത് മനസ്സിലാക്കണം ചേച്ചി. അപ്പം ചേച്ചി പറഞ്ഞത് എന്തെന്നാൽ, ഹലോ മോനെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, 5 കുഞ്ഞ്, നിങ്ങൾ 2 പേരും അല്ലേ? അപ്പം മൊത്തം 5 പേരാണല്ലേ വീട്ടിലുള്ളത്? അതെ ചേച്ചി. അമ്മ ഹൗസ് വൈഫാണല്ലേ? അപ്പം അച്ഛൻ ഗൾഫിലായിരുന്നല്ലോ, ഇപ്പം നാട്ടിലാണല്ലേ? ഓക്കെ. മോന് പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പം ചേട്ടൻ മോക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ. അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ 2 ഫാം ഇവിടെ കിടന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഒരു മാസം ഇതിനകത്ത് വരുമാനം എത്ര നമുക്ക് ചോദിക്കാൻ പുള്ളി എടുക്കാൻ. ജസ്റ്റ് ബൈറ്റ്സ്. ഹലോ മിസ്റ്റർ ജിനു ശശിധരൻ. ഹായ് മാം. ഹായ് ജിനു ശശിധരൻ. എനിക്ക് താങ്കളിലേക്ക് എൻ്റെ അറിവിലേക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതല്ല, താങ്കളുടെ ഒരു മാസം വരുമാനം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റുമോ? എന്താ പ്ലീസ് ജസ്റ്റ് ഒരു വരുമാനം. താങ്കൾക്ക് എത്ര കോഴി ഉണ്ടെന്ന് ആണോ? എങ്കിൽ ഏകദേശം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എത്ര അക്ക ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കാര്യം ഈ ആളുകളുടെ വിഷമം ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിട്ടാ. പറയാൻ പറ്റത്തില്ല, അവര് വിഷമിച്ചോട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ആണല്ലേ? എനിക്ക് വിഷമിക്കാം അങ്ങോട്ട്. എന്താണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നില്ല എനിക്ക്. സോറി, ഞാൻ ഇച്ചിരി വികാര പരിധിയായി പോയി. സോറി. പലരുടെ അവസ്ഥ ഇതാണ് കേട്ടോ. കാര്യം പലരും, അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇതുപോലെ ഞാൻ പരസ്പരം പറയാറുണ്ട്. നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗൾഫിൽ പോയി ഒരു 30,000 രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തോ വലിയ ആനക്കാര്യവും. നാട്ടിൽ ഇനി 1.5-2 ലക്ഷം അല്ല 3 ലക്ഷം അല്ല 5 ലക്ഷം രൂപ സമ്പാദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ നാട്ടിൽ നിൽക്കുക.